വിവാഹത്തിന് ശേഷം കുഞ്ഞിനും ചെമ്പകവും സന്തോഷകരമായ ജീവിതത്തിലായിരുന്നു. പക്ഷേ അതിനിടയിൽ ഐഷുമയുടെ മരണം അവരെ ഏറെ വേദനിപ്പിച്ചു. ചെമ്പകത്തിന് കാഴ്ച തിരിച്ചു കിട്ടിയതോടെ ഡിസ്റ്റന്റായി തന്നെ അവൾ പഠിക്കാൻ തുടങ്ങി. പഠനത്തിന് ശേഷം അവൾ ഒരു മ്യൂസിക് ലേണിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മ്യൂസിക് ടീച്ചറായി ജോലിക്ക് കയറി. കാഴ്ച നഷ്ടപ്പെട്ടവർക്കും അനാഥ കുട്ടികൾക്കും സംഗീതം പഠിക്കാനുള്ള ഒരിടമായിരുന്നു അത്. കുഞ്ഞൻ പഴയ ടെലിഫോൺ ബൂത്തിൽ നിന്നും മാറി ഒരു ഇന്റർനെറ്റ് കഫേ നടത്തുന്നു. പക്ഷേ ഇപ്പോൾ അതൊരു സഹായ കേന്ദ്രം പോലെ മാറിയിരിക്കുന്നു. ആർക്കും സഹായം വേണമെങ്കിൽ ആദ്യം ഓർക്കുന്നത് കുഞ്ഞനെയാണ്. കുഞ്ഞനും ചെമ്പകത്തിനും ഒരു മകൻ ജനിക്കുന്നു. ലക്ഷ്മിയുടെ സ്മരണയ്ക്കായി ലക്ഷ്മൺ എന്ന പേര് അവർ ഇടുന്നു. കുഞ്ഞൻ അവനെ സത്യസന്ധതയും മനുഷ്യസ്നേഹവും പഠിപ്പിച്ചുകൊണ്ട് വളർത്തുന്നു. അതേസമയം ജയിൽ ശിക്ഷ കഴിഞ്ഞ് പ്രസാദ് പുറത്തിറങ്ങുന്നു. വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം ഒരു ശാന്തനായ മനുഷ്യനായി മാറിയിട്ടുണ്ട്. മുൻകാലത്തെ കോപവും ഇല്ലാതായി. എന്നാൽ തന്റെ ലക്ഷ്മിയുടെ മരണം അദ്ദേഹത്തെ ഇന്നും വേട്ടയാടുന്നു. പ്രസാദ് കുഞ്ഞനെയും ചെമ്പകത്തെയും കാണാൻ വരുന്നു. കുഞ്ഞൻ അവനെ സ്നേഹത്തോടെ സ്വീകരിക്കുന്നു, പഴയ കാര്യങ്ങളൊന്നും മനസ്സിൽ വെക്കാതെ. ചെമ്പകവും വളരെ നന്ദിയോടെ അദ്ദേഹത്തെ കാണുന്നു. കാരണം അവളുടെ ജീവിതത്തിൽ അദ്ദേഹം നിർണായകമായ പങ്കുവഹിച്ചിരുന്നു. അവൻ കാരണമാണ് അവൾ ഇന്ന് ജീവിച്ചിരിക്കുന്നത് പോലും. പക്ഷേ പ്രശ്നങ്ങൾ വീണ്ടും തുടങ്ങുന്നു. വാസുവിന്റെ സഹോദരൻ രാഘവൻ ജയിലിൽ നിന്നിറങ്ങി തന്റെ സഹോദരന്റെ മരണത്തിന് പ്രതികാരം ചെയ്യാൻ തീരുമാനിക്കുന്നു. കുഞ്ഞനാണ് ഇതിന് കാരണമെന്ന് അവൻ വിശ്വസിക്കുന്നു. വാസുവിനേക്കാൾ ക്രൂരനാണ് രാഘവൻ. ഒരു ദിവസം ലക്ഷ്മൺ സ്കൂളിൽ നിന്ന് മടങ്ങുമ്പോൾ രാഘവൻ അവനെ തട്ടിക്കൊണ്ടു പോകുന്നു. കുഞ്ഞനും പ്രസാദും ചേർന്ന് ലക്ഷ്മണിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു. പ്രസാദ് ഈ പ്രാവശ്യം തന്റെ ജീവിതം അപകടത്തിലാക്കി കുഞ്ഞന്റെ മകനെ രക്ഷിക്കുന്നു. ഇതിലൂടെ വീണ്ടും അവരുടെ പഴയ ബന്ധം ശക്തമാവുന്നു. പ്രസാദ് രാഘവനുമായി ഏറ്റുമുട്ടുന്നു. എന്നാൽ ഈ പ്രാവശ്യം അവൻ ഹിംസയല്ല, നീതി തിരഞ്ഞെടുക്കുന്നു. രാഘവനെ കൊന്നുകളയാതെ പോലീസിന് കൈമാറുന്നു. ലക്ഷ്മൺ സുരക്ഷിതനാകുന്നു. അവസാനം പ്രസാദ് ഗ്രാമം വിട്ടു പോകാൻ തീരുമാനിക്കുന്നു. പോകുമ്പോൾ കുഞ്ഞിനോട് പറയുന്നു, നിനക്കാണ് യഥാർത്ഥ വിജയം കുഞ്ഞ. വർഷങ്ങൾ വീണ്ടും കടന്നു പോകുന്നു. ലക്ഷ്മൺ ഇപ്പോൾ ഒരു യുവാവാണ്. കുഞ്ഞിന്റെ പോലെ തന്നെ അവനിൽ മനുഷ്യസ്നേഹവും നന്മയും നിറഞ്ഞിരിക്കുന്നു. എന്നാൽ അമ്മയായ ചെമ്പകത്തിന്റെ സ്വപ്നം പോലെ അവൻ വലിയ വിദ്യാഭ്യാസം നേടി ഒരു സോഷ്യൽ വർക്കർ ആകാൻ തീരുമാനിക്കുന്നു. ഗ്രാമത്തിലെ കുട്ടികൾക്കും അനാഥർക്കും വേണ്ടി പ്രവർത്തിക്കുക എന്നതായിരുന്നു അവന്റെ ലക്ഷ്യം. കുഞ്ഞനും ചെമ്പകവും അഭിമാനത്തോടെ അവനെ നോക്കുന്നു. നമ്മൾ ചെയ്ത നല്ലത് വെറുതെ ആയില്ല എന്ന് അവരുടെ കണ്ണുകളിൽ തെളിയുന്നു. അതേസമയം പ്രസാദ് ഇപ്പോൾ നഗരത്തിൽ ഒരു സ്പോർട്സ് കോച്ചായി മാറിയിരിക്കുന്നു. ബാസ്കറ്റ്ബോൾ കളിക്കാരെ പരിശീലിപ്പിച്ച് അവരുടെ ജീവിതം മാറ്റാൻ ശ്രമിക്കുന്നു. അവന്റെ ജീവിതം ശാന്തമാണ്, പക്ഷേ ഒറ്റപ്പെട്ടതും. പഴയ ഓർമ്മകൾ അവനെ വിട്ടുമാറിയിട്ടില്ല. ഒരു ദിവസം ലക്ഷ്മൺ ഒരു വലിയ പ്രൊജക്ട് ആരംഭിക്കുന്നു. ലക്ഷ്മി ചാരിറ്റബിൾ ട്രസ്റ്റ്, ലക്ഷ്മിയുടെ സ്മരണയ്ക്കായി. ഈ ട്രസ്റ്റിന്റെ ഉദ്ഘാടനത്തിന് അവൻ പ്രസാദിനെയായിരുന്നു ക്ഷണിക്കാൻ ഉദ്ദേശിച്ചിരുന്നത്. പ്രസാദ് വീണ്ടും ആ ഗ്രാമത്തിലേക്ക് വരുന്നു. കുഞ്ഞനും പ്രസാദും തമ്മിലുള്ള ബന്ധം ഇപ്പോൾ വളരെ ഗാഢമാണ്. അതൊരു സൗഹൃദമല്ല, ഒരു സഹോദര ബന്ധമാണ്. പക്ഷേ പുതിയ പ്രശ്നങ്ങൾ ഇതിനിടയിൽ ഉയരുന്നു. ട്രസ്റ്റിന് ലഭിച്ച ഭൂമിയിൽ ഒരു വലിയ റിയൽ എസ്റ്റേറ്റ് മാഫിയ കണ്ണുവെക്കുന്നു. അവരുടെ നേതാവ് ദേവരാജൻ, രാഷ്ട്രീയ ബന്ധങ്ങളും പണവുമുള്ള ഒരാൾ. അവൻ ഈ ഭൂമി പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നു. കുഞ്ഞനും ലക്ഷ്മണും അത് സമ്മതിക്കുന്നില്ല. ദേവരാജൻ ഭീഷണിപ്പെടുത്തുന്നു. ലക്ഷ്മണിനെ ആക്രമിക്കാൻ ദേവരാജൻ ശ്രമം നടത്തുന്നു. ചെമ്പകം വീണ്ടും ഭയപ്പെടുന്നു, പഴയ ദുരന്തങ്ങൾ ആവർത്തിക്കുമോ എന്ന്. ഈ സമയത്ത് പ്രസാദ് വീണ്ടും മുന്നോട്ട് വരുന്നു. പക്ഷെ ഈ പ്രാവശ്യം അവൻ കൈകൊണ്ട് പോരാടുന്നില്ല. നിയമവും ബുദ്ധിയും തന്ത്രവും ഉപയോഗിക്കുന്നു. പ്രസാദ് തന്റെ പഴയ ബന്ധങ്ങൾ ഉപയോഗിച്ച് ദേവരാജന്റെ അഴിമതി പുറത്തു കൊണ്ടുവരുന്നു. മാധ്യമങ്ങൾക്കും പോലീസിനും മുന്നിൽ സത്യങ്ങൾ വെളിപ്പെടുത്തുന്നു. ദേവരാജൻ പിടിക്കപ്പെടുന്നു. ട്രസ്റ്റ് തിരികെ ലഭിക്കുന്നു. ലക്ഷ്മി ചാരിറ്റബിൾ ട്രസ്റ്റ് ഔദ്യോഗികമായി പ്രവർത്തനം ആരംഭിക്കുന്നു. നൂറുകണക്കിന് കുട്ടികൾക്ക് ജീവിതം നൽകുന്ന ഒരു കേന്ദ്രമായി. അവസാനം പ്രസാദ് ആ ഗ്രാമത്തിൽ തന്നെ തുടരാൻ തീരുമാനിക്കുന്നു, ലക്ഷ്മിയുടെ ഓർമ്മകളുമായി, ഒരിക്കലും വിവാഹം കഴിക്കാതെ. ഈ പ്രാവശ്യം ഒറ്റപ്പെട്ടവനായല്ല, ഒരു കുടുംബത്തിന്റെ ഭാഗമായി തന്നെ. കുഞ്ഞനും ചെമ്പകവും ലക്ഷ്മണും അടങ്ങുന്ന ആ കുടുംബത്തിന്റെ കാവലിനായി അവൻ വീണ്ടും ആ ഗ്രാമത്തിൽ ജീവിക്കുന്നു.